നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി പെർഫെക്റ്റ് ആയി ഇരിക്കണമെങ്കിൽ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവണമെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കത്തിക്കിടക്കുകയാണോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എല്ലാ വാഹനങ്ങളിലും അല്ല, ചില വാഹനങ്ങളിലൊക്കെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നതാണ്, അതായത് LED പോലുള്ള ലൈറ്റുകളിൽ. അപ്പോൾ നിങ്ങൾ ഹെഡ്ലൈറ്റ് തീർച്ചയായിട്ടും ഓഫ് ചെയ്യുക. നമ്മളിപ്പോൾ എൻജിൻ റൂം വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല രീതിക്ക് ഇത് ഉണങ്ങാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം. ഉണങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഉണങ്ങാൻ സമയം കൊടുക്കാതെ അതേപടി ബോണറ്റ് അടച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം നിർബന്ധമായിട്ടുണ്ടാവും. വാഹനം പെട്ടെന്നൊന്നും സ്റ്റാർട്ടായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണങ്ങാൻ വേണ്ടി നല്ല രീതിക്ക് സമയം കൊടുക്കുക ചെയ്യുക. ശേഷം ഇതുപോലെ നമ്മൾ ലൈറ്റ് ഇപ്പം കത്തി വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഉടനെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യണം. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് ഓഫ് ആകുന്നത് നമുക്ക് കാണാം. പക്ഷേ ചില വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റ് അതുപോലെ ഓഫ് ആവാറില്ല. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്രാങ്ക് കൊടുക്കാവൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിലോട്ട് കംപ്ലീറ്റ്ലി ലോഡ് പോയിട്ടാണ് ക്രാങ്ക് ആവുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇതുപോലെ ഓണായി കിടക്കുകയാണെങ്കിൽ ബാറ്ററി ഓവർലോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് കുറയും. പിന്നെ നിങ്ങൾ വാഹനം ഓഫായ സമയത്ത് AC ഉപയോഗിക്കാനോ ഫാൻ ഇടാനോ അല്ലെങ്കിൽ സ്റ്റീരിയോ പ്രവർത്തിപ്പിക്കാനോ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ മുട്ടം പണി നിങ്ങൾക്ക് കിട്ടും. വാഹനം സ്റ്റാർട്ടിംഗ് ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ഡിസ്കോ ഡാൻസ് വേണമെങ്കിൽ കളിച്ചോ, ഒരു കുഴപ്പമില്ല. ഓഫ് ആയ സമയത്താണ് നിങ്ങൾ സ്റ്റീരിയോ അതുപോലെ തന്നെ AC ഫാനൊക്കെ നിങ്ങൾ കളിക്കുന്നതെങ്കിൽ മുട്ടം പണി നിങ്ങൾക്ക് കിട്ടും. അത് മനസ്സിലായിക്കോ.